ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ പാലക്കാട് ജില്ലയിൽ കരിമ്പുഴ എന്ന് പറയുന്നൊരു വളരെ പ്രസിദ്ധമായ ഗ്രാമമുണ്ട്. വളരെ പ്രസിദ്ധമായിരുന്ന ഒരു കാലത്ത് ഇവിടെ സാമൂതിരിൻ്റെ കീഴിലുള്ള ഏറാൾപ്പാട് എന്ന് പറയുന്ന ഒരു രാജവംശം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണിക്കാനുണ്ട്. അവരെ അമ്പലവാസികൾക്ക് വേണ്ടിയിട്ട് കൈത്തറി നിർമ്മിക്കാൻ, കൈത്തറി തുണിത്തരങ്ങൾ, പിന്നെ തട്ടാമാർ, കരുവാമാർ, അങ്ങനെ ഒരുപാട് പേര് ഒരു ഗ്രാമം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങൾ അഖിൽ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഇവിടെ. അവർ വിശദമായിട്ട് നമ്മളോട് പറയുന്നതാണ്. ഈ ഏറാൾപ്പാട് ക്ഷേത്രം പണി കഴിപ്പിച്ചതിന് ശേഷം പൊതുവെ ഈ ക്ഷേത്രത്തിൻ്റെ അനുയോജ്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള ആൾക്കാരെ മുഴുവനായിട്ട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥിരമായി താമസിപ്പിക്കുകയാണ് ചെയ്തത്. പണ്ട് ഇവിടെ ഏറാൾപ്പാടിൻ്റെ ഒരു കോവിലകം ഉണ്ടായിരുന്നു. അപ്പോൾ അത് മുതൽ കൊണ്ട് ഇവിടെ കർണാടകയിലെ ഹംപിയിൽ നിന്ന് നെയ്ത്ത് ഗ്രാമത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള പൊതുവാൾമാർ, വാരസ്യാരന്മാർ, കഴകക്കാർ എന്നീ ആൾക്കാരും അതേപോലെ തന്നെ വെളുത്തേടം, തുണി അലക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഏറാൾപ്പാട് രാജാവ് ഇവിടെ കൊണ്ടുവന്നിരുത്തി കരിമ്പുഴ എന്നൊരു ഗ്രാമമാക്കി വലുതാക്കിയത് ഏറാൾപ്പാട് രാജാവാണ്. ഓക്കെ. പിന്നെ ഈ കൈത്തറി ഗ്രാമത്തിലേക്ക് പോകണം നമുക്ക്. പിന്നെ അതുപോലെ കരുവാമാരുണ്ട്, അവരെ കാണണം. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത് പരിസരങ്ങളിൽ? അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഈ പ്രസിദ്ധമായിട്ടുള്ള തോട്ടര കത്തി എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ട്. ഇപ്പൊ ഒക്കെ പൊതുവെ അവരവരുടേതായ ജോലി തിരക്കായിട്ട് അവർ വിട്ടിട്ട് പുതിയ പുതിയ മേഖലകളിലേക്ക് മാറിപ്പോയി. പക്ഷെങ്കിൽ കൂടി അതിനൊക്കെ വേണ്ടി ക്ഷേത്രത്തിന്റെ പണ്ട് കാലങ്ങളിൽ ആശാരിമാരുണ്ടായിരുന്നു. അതായത് ഈ കൊടിമരം സ്ഥാപിക്കുക. പണ്ടൊക്കെ കൊടിമരം ധ്വജം കൃത്യമായിട്ട് ഒരു സ്ഥലത്തും പെർമനൻ്റ് അല്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കവുങ്ങ് ചെത്തിക്കൊണന്ന് അത് ആശാരി വന്ന് ആ ആശാരിക്ക് ദാനം വെച്ച് ഇതിനുശേഷം ഈ കൊടിമരം വയ്ക്കുള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിന് വേണ്ടി ആശാരിമാരും ഇവിടെ പണ്ട് കാലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ അമ്പലത്തിലേക്ക് ആവശ്യമായിട്ടുള്ള കിണ്ടി, പാത്രങ്ങൾ, പൂജാപാത്രങ്ങൾ എന്നീ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മൂശാരിമാർ ഓരോ ഭാഗങ്ങളിൽ ഗ്രാമം പണിത് വെച്ചാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്രത്തിന് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടാണ് കരിമ്പുഴ എന്നൊരു ഗ്രാമം ഉണ്ടാക്കിയെടുക്കുന്നത്. ഏറാൾപ്പാട് രാജാവിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഒരു കാലത്ത് ഇവിടെ ക്ഷേത്രം സ്ഥാപിച്ചതിന് ശേഷം ക്ഷേത്രത്തോട് ചേർന്നിട്ട് അതിൻ്റെ ഗ്രാമവും, കരിമ്പുഴ ഗ്രാമവും സർവ്വസമ്പൂർണമായൊരു ഗ്രാമവും ഉണ്ടാക്കി. അപ്പോൾ ആ കാലത്ത് വളരെ പ്രസിദ്ധവും വളരെ തിരക്കുള്ളതുമായ ഒരു ഐശ്വര്യപൂർണമായ ഒരു ഗ്രാമമായിരുന്നു ഇത്. പിന്നീട് എന്താണെന്ന് വെച്ചാൽ ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം ഈ ക്ഷേത്രങ്ങൾ ഏതാണ്ട് പലയിടത്തും നാശോന്മുഖമായി എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വരുമാനങ്ങൾ കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്ര ജീവനക്കാർക്കും കൃത്യമായിട്ട് ഉള്ള വരുമാനം ലഭിക്കാതെയായി. അങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ കുലത്തൊഴിൽ വിട്ടിട്ട് മറ്റു ജോലികളിലേക്ക് പോയി. ഇപ്പോൾ ഗ്രാമത്തിൽ എല്ലാ ആൾക്കാരും ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ പ്രധാനമായിട്ട് ഈ ചെട്ടിയാന്മാർ എന്ന വിഭാഗത്തിലത്തെ തുണിയുമായിട്ട് ബന്ധപ്പെട്ട അവർ മാത്രമാണ് ഇവിടെ ശക്തമായിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ അവർ മറ്റ് ജോലികളിലേക്ക് തിരിഞ്ഞുപോയി. അതുപോലെ ഇവിടെ 3 നേരം ശീവേലിയുള്ള ക്ഷേത്രമായിരുന്നു. അത് എല്ലാ വാദ്യങ്ങളോടുകൂടിയും 3 നേരം ശീവേലിയുള്ള ക്ഷേത്രമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാർ, അതായത് പൊതുവാളന്മാർ, അവരും അതേ മറ്റു ജോലി തേടിപ്പോയി. അപ്പോൾ അതോടുകൂടി ആ വിധ ആൾക്കാർ എണ്ണം വളരെ കുറവാണിപ്പോൾ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് ശാന്തി, പിന്നെ മാലയും പൂവും കെട്ടുന്ന തയ്യാറാക്കുന്നവർ, പിന്നെ അടിച്ചുകളി, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇത് പുനരുദ്ധരിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ പണ്ടത്തെ വളരെ മോശമായ അവസ്ഥയിൽ നിന്ന് നന്നായിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് പിന്നിലോട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാലാണ് ദേവാങ്കർ സമുദായം താമസിക്കുന്ന ഏരിയ. ഈ കാണുന്നതാണ് ലേഔട്ടുകൾ. ഇതാ അവരടുത്തടുത്ത് ഒരുപാട് വീടുകളുണ്ട്. നമുക്ക് ഒരുപാട് വീടുകൾ കാണാം. ഇതാ ഈ കാണുന്നതൊക്കെ കൈത്തറി വ്യവസായം, ഇന്ന് കുടിൽ വ്യവസായം പോലെ അന്നത്തെ കാലത്ത് രാജാവ് കൊണ്ടുവന്ന് ഇവിടെ ഹംപി എന്ന് പറയുന്ന കർണാടകയിലെ ഹംപിയിൽ നിന്ന് കൊണ്ടുവന്ന് ഇവരെ താമസാക്കി അമ്പലവാസികൾക്ക് വേണ്ടിയുള്ള ഓരോ ഉടയാടകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരതാമസാക്കി അവർ കണ്ടില്ല. ഇത് ടെക്സ്റ്റൈൽ വിൽക്കുന്ന സ്ഥലമുണ്ട്. ഈ കാണുന്നത് ടെക്സ്റ്റൈൽ വിൽക്കുന്ന ഷോപ്പുകളാണ് ഈ കാണുന്നത്.
അതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്, 1 by 1 ആയിട്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് കൈത്തറി കൊച്ചു കൊച്ചു വ്യവസായങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ കാണിക്കാം. ഈ തെരുവിൻ്റെ കുലദൈവമായ സൗഡേശ്വരി അമ്മയുടെ കോവിലാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴിവിടെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം. ഞാൻ നിങ്ങളെ കൈത്തറിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ്. നിങ്ങളുടെ പേരെന്താ? പേര് കുമാർ, പന്നീർ കുമാർ എന്നാണ്. പന്നീർ കുമാർ എന്നാണ് പേര്. കുമാർ അല്ലേ? പിന്നെ ഇവരോ? അത് അച്ഛനാണ്. അച്ഛൻ്റെ പേരെന്താ? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ. ഓക്കെ. ഓരോ നെയ്ത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇതിങ്ങനെ പാനോട് മാറ്റി ഇതാണ് ജക്കാർഡ് എന്ന് പറഞ്ഞ ഒരു മെഷീനാണ്. അതായത് ഇങ്ങനത്തെ ഡിസൈൻസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ മിഷൻ വേണം. ഈ മിഷൻ പിന്നെ ഇത് ഉണ്ടെങ്കിൽ മാത്രമാണ്. ഇത് അച്ചാണ്, ഓരോ ഡിസൈനിന്റെ അച്ചുകളാണ്. ഇത് ഈ ഡിസൈനിൽ അച്ചിന്റെ ഡിസൈൻ കണ്ടോ? ഇതാന്ന് നോക്കും. അപ്പൊ ആ ഡിസൈനാണ് ഇപ്പോ ഈ ഡിസൈനാണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത്. കാണുന്ന ഡിസൈനാണ് ഇപ്പൊ അത് ഒരു അച്ചാണ്. ഇതാണ് മുഴുവൻ ഓരോ അച്ചുകളാണ്. ഇങ്ങനെ കുറെ ഇതേപോലെ കുറെ അച്ചുകളുണ്ട്. അച്ച് വന്നിട്ട് ഒന്ന് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് ഡിസൈൻ മാറ്റി ഇനി അടുത്ത പൂവാണ് ഇടാൻ പോണത്. അച്ച് അയച്ചെടുക്കണം. അപ്പൊ മോളിന്ന് അയച്ചെടുത്തിട്ട് മാറ്റിട്ട് പോയിട്ട് ഇതിലേക്ക് അച്ച് പോലെ വെച്ച് അതങ്ങനെ റോളിംഗ് ആണ്. അതായത് കാലും കൊണ്ട് അമർത്താനുള്ള സിസ്റ്റം ഉണ്ട്. കാലും കൊണ്ട് അമർത്തില്ലെങ്കിൽ മോളിലേക്ക് അതങ്ങനെ തിരിയും. 45 മീറ്റർ ഉണ്ടാവും. അത് റോൾ ചെയ്യാം. 45 മീറ്ററാണ് ഈ റോൾ ഇതുണ്ടാവുക. റോളാക്കി വെക്കുമല്ലോ അല്ലേ? ആദ്യം ഒരു നൂലിന്റെ ഒരു കട്ട പോലെ ഉണ്ടാവും. അത് നമ്മള് വീടിന്റെ പുറത്ത് വിട്ടിട്ട് രാവിലെ സമയത്ത് റോൾ ചെയ്യായിരിക്കും. ഇതിപ്പോ എന്താ ചെയ്യുന്നത്? ഇത് കഞ്ഞിട്ടതാണ്. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ പിടിക്കും. ഇതിപ്പോ വരുന്നത് ഡബിൾ ധോത്തി അല്ലേ? ഡബിൾ ധോത്തി അല്ലേ ഇത്? സെറ്റും ആവും അല്ലേ? ഈ വീതിയുള്ളത് കൊടുക്കാം. ഇവിടുന്ന് റെഡി ആക്കിട്ട് ഇവിടുന്നാണ് ചുറ്റുന്നത്. ഇതൊക്കെ റെഡി ആയതാണ്. ഇതിൽ ആൾറെഡി ഒക്കെ റെഡിയാണ്. ഇത് നമ്മൾ ചുറ്റിയിട്ട് കൊണ്ടുപോയിട്ട് വേണം നമ്മൾ റെഡിയാക്കണമെങ്കിൽ. പ്രോസസ്സിങ് പറഞ്ഞാൽ നൂല് മാത്രം അവർ കിട്ടണത്, ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ ഇവിടെ തന്നെ. നമ്മൾ നെയ്തിട്ട് നൂല് തുണിയാക്കിയിട്ട് ഇനി തറയിലിടുമ്പോഴാണോ തുണിയാക്കുക. ഇത് പാവാണ്, ഇത് പാവാണ്. ഊട നൂലും കൂട്ടിയിട്ടാണ് തുണിയാവുക. തുണിയാക്കിയിട്ടാണ് പുറത്തേക്ക് പോകുക.
പ്രധാനമായിട്ട് ഈ ഫുള്ള് വീടുകൾ നമ്മൾ കാണുന്നത് ഫുള്ള് കൈത്തറിയാണ്. കൈത്തറി എല്ലാ വീടുകളിലും കൈത്തറീൻ്റെ മെഷീൻ കാണാം. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓരോ വീടുകളിലും നമുക്ക് കൈത്തറീൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കൈത്തറി ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ധോത്തി അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അതിൻ്റെ ഷോറൂമാണ് ഇത്. ഗ്രാമത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഷോറൂമാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. നമസ്കാരമുണ്ട്. നിങ്ങളെ പേരെന്താ? രാംദാസ്. ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോ എന്തൊക്കെയാ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണോ? ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. തമിഴ്നാടിന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏതൊക്കെയാ ഇവിടെ മെയിൻ ആയിട്ട്? മുണ്ടുകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കൈത്തറി മുണ്ടുകള്, ഡബിളുകള്, ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഹാൻഡ്ലൂം മുണ്ടുകള്, പിന്നെ ലേഡീസിന്റെ മോളിൽ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അത് ഇവിടെ ഉണ്ടാക്കുന്ന ഒന്ന് കാണണേ. ഇത് കാണുന്നത് ഇത് കൈപ്പേര ധോത്തിയാ? ഇത് ധോത്തി. ഇതെല്ലാം ഈ ഗ്രാമത്തിൽ ഉണ്ടാക്കുന്നതാണ് ധോത്തികൾ. സെയിൽസിന് വെച്ചാൽ റേറ്റ് കുറഞ്ഞതുണ്ട്, കൂടിയതും പല റേറ്റിലുണ്ട്. 280 മുതൽ എല്ലാം ഹാൻഡിലും കയ്യിലുണ്ടാക്കുന്നത്. മെഷീനറി രണ്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ ഇവിടെ എത്ര ചാർജ് ചെയ്യുന്നത്? ഞാൻ 520 റേഞ്ചിൽ പറഞ്ഞു. 520 അത് മുതൽ പല റേറ്റിലുണ്ട്. 250, 520, 1700 വരെ സാധനം. ഇത് വേറൊരു ഷോറൂമാണ്, KCS. ഈ അതിൻ്റെ ഉൾഭാഗം കയറിയിട്ടൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങൾ. ഒരുപാട് ഒക്കെ ഹാൻഡിലും ക്ലോത്തുകളാണ് ഉള്ളിൽ കയറിയിട്ട്. ഇതൊരു വീട് പോലെ അല്ലേ? വീടും കടയും കൂടിയതാണ്. നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങനെ തന്നെ. ഓക്കെ. അതായത് അധികം ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണോ? ഒക്കെ നമ്മളുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഗോഡൗൺ പോലെയാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കംപ്ലീറ്റ് ഈ കൊച്ചു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്നതാണ്. എന്തൊക്കെ ഐറ്റംസ് ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത്? ശരിക്കും കേരളത്തിന്റെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സെറ്റ് മുണ്ടുകൾ, സെറ്റ് മുണ്ട്, സെറ്റ് സാരി, അമ്പലത്തിനുള്ള വസ്ത്രങ്ങളും ഒക്കെ, പേണത്തോർത്തും ഒക്കെ ഡബിൾ മുണ്ടുകളും, പിന്നെ ചവന്തപ്പട്ട്, മഞ്ഞപ്പട്ട്, ഏത് അമ്പലത്തിന് എന്തെന്ത് സാധനങ്ങൾ വേണോ അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഡ്രസ് കോഡായിട്ട് ഏതെങ്കിലും ചോദിച്ചാലും കസ്റ്റമൈസ് ചെയ്ത് അത് നിങ്ങൾ വേറെ എവിടേക്കും സപ്ലൈ ചെയ്യുന്നുണ്ടോ? നമ്മൾ കടയിൽ കിട്ടുന്നതാണ് നമ്മളുടെ മെയിൻ ആയിട്ട്. ഇവിടത്തെ അല്ല, നമ്മള് കണ്ണൂർ തൊട്ടിട്ട് കാസർഗോഡ്, മലപ്പുറം വരെ എല്ലാ കടയിലും, തിരുവനന്തപുരത്തിന്റെ എല്ലാ കടകൾക്കും നമ്മൾ അവർ ഓർഡർ വാട്സാപ്പിൽ തന്നെ അയച്ചു തരും. നെയ്ത്ത് നടത്തിയിട്ട് പാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തർക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. കൊച്ചു കൊച്ചു കുടിലുകളിലെല്ലാം ഒരു പഴയ സ്റ്റൈലിലുള്ള വീടാണ് സെറ്റ് ചെയ്തത്. ഇത് എല്ലാ റൂമിലും, എല്ലാ വീടിൻ്റെ ഓരോ റൂമുകളിലും ഓരോ കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട ഓരോ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളെ പേരെന്ന് പറയാമോ? എൻ്റെ പേര് മഹേശ്വരി അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് ഗോൾഡിൻ്റെ ഇത് ത്രെഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇവർക്ക് കൊടുക്കുക. ത്രെഡ് വെള്ള നെയ്യുണ്ട്, മുണ്ടില് കറ വരുന്നില്ലേ, കറ അതിനുള്ളതാണ്. ഓക്കെ ഓക്കെ. വെള്ള നെയ്യുണ്ട്, ഇത് കറ വരാനുള്ളത് ചുറ്റുക. വെള്ളനൂല് വേറെ ചുറ്റാണ്, വെള്ളനൂല് വേറെ ചുറ്റും. വെള്ളനൂല് വേറെ ചുറ്റും, ഗോൾഡ് നൂല് വേറെ ചുറ്റും. ഇതിന്റെ വെള്ളത്തിൽ ഇട്ട് വെക്കില്ല, കൂടുതൽ പെട്ടെന്ന് കേടുവരാതിരിക്കാൻ, ഉരുകി വരാനൊക്കെ. ഇതിന് നെയ്ത്ത് ഗ്രാമം എന്നും പറയുന്നുണ്ട്, തെരുവ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ഫുൾ സൈഡിൽ, രണ്ട് സൈഡിലും വീടുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ ഇതാ ഇവിടെ ജസ്റ്റ് നമുക്ക് ഇവിടെയും കാണാം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് കൊലായിലും റൂമിലും ഒക്കെ. ഇത് നൂല് നേരാക്കാണ്ടി എന്താ ചെയ്യുന്നത്?
എന്താ ചെയ്യുന്നത്? എന്താ വർക്ക് ചെയ്യുന്നത്? ഇതിലേക്ക് ചുറ്റാണോ? ഇതിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കാം അല്ലേ? നിങ്ങളെ വീടല്ലത്? അതെ. എന്താ പേര് നിങ്ങളെ? രംഗപ്പൻ. ഞങ്ങളിപ്പോൾ ഇതുപോലെ ചുറ്റാലൊരു സ്ത്രീ വേണം. നമ്മളെ നെയ്ത്തിൻ്റെ സാധനമൊക്കെ മുതലാളി തരും. ഓക്കെ ഓക്കെ. കസവ്, ഈ കോണ്, പാവ് അഡ്വാൻസ് ആയിട്ട് കൂലിയും തരും. അപ്പോൾ എത്ര മുണ്ടാണെന്ന് വെച്ചാൽ അവർ കണക്കാക്കിയിട്ട് സാരി ആണെച്ചാൽ 6 എണ്ണം അവർ ഓരോന്ന് ഓർഡർ തരില്ല. ഓർഡർ അത് പ്രകാരം ഞങ്ങൾ നെയ്ത് കൊടുക്കണം. എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ ആ സാധനം തിരിച്ചു കൊടുക്കും. അതിൻ്റെ കൂലി അടുത്ത പാവിൽ പിടിക്കും. പിടിച്ചിട്ടാണ് കണക്കാക്കി. ഡാമേജ് വന്നാൽ അവർ എടുക്കില്ല. കസ്റ്റമർ എടുത്ത് കൊടുത്തതിന് ശേഷം ഡാമേജ് ഉണ്ടെങ്കിൽ തിരിച്ച് അല്ല, മുതലാളി തന്നെ നോക്കും. മുതലാളി ആ കടയുണ്ട്, അവിടെ വരുമ്പോൾ ഒരാഴ്ചയ്ക്ക് ഒരു പറയുമ്പോൾ ഞങ്ങൾ പോകും. അതെല്ലാ സാധനം ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് ഇവിടെ കാണാത്തത് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടാലും തിരിച്ചു കൊടുക്കും. തിരിച്ചു വരും. അപ്പോൾ അതിൻ്റെ കൂലി കട്ട് ചെയ്യും. ഇത് പണ്ട് ചങ്ങണ പുഴവക്കത്ത് മലയിലൊക്കെ ചങ്ങണയുണ്ടാവും. അത് കൊണ്ടുവന്ന് കത്തിയിൽ മുറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇപ്പം അതല്ല, പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കി അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ ചുറ്റി കഴിഞ്ഞാൽ അത് എടുത്താൽ കേടുവരില്ല. ചങ്ങണ എന്ന് പറയും. ചങ്ങണ അത് കൊണ്ടുവന്ന് ഞങ്ങൾ മലയിലൊക്കെ പോയിട്ട് വെട്ടിക്കൊണ്ടു. പ്രത്യേക മരമാണോ? അല്ല, ചെടിയാണ്. അതായത് ഈ വെള്ളത്തിലുണ്ടാവും. അതിനുണ്ടായിട്ട് മുറിച്ച് നല്ല കത്തിയിൽ മുറിച്ച് ഉണ്ടാകും. ഉൾഭാഗത്തേക്ക് പോയാലാണ് പിന്നെ കൈത്തറിന്റെ മെഷീൻസ് ഉള്ളത്. ഇത് 2 തറിയാ. സ്ഥല സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് മേത്തറി, ഒന്ന് കുഴിത്തറി. അങ്ങനെ രണ്ടെണ്ണം അതില്ലേ? താഴെയും വർക്ക് ചെയ്യാം, മേലെയും വർക്ക് ചെയ്യാം. അപ്പൊ സ്ഥല സൗകര്യം ഇത് മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നാണ് ഒരുപാട് ഏരിയ വേണം. അതാണ് ഇത് കുഴിത്തറി, അത് മേത്തറി. അങ്ങനെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടില്ല അല്ലേ? ഇപ്പൊ ഇത് മുകളിൽ നടക്കുന്നത് എന്താ? ഇത് പിന്നെ ധോത്തി, ജാക്കറ്റ് പീസാ. എന്താണ്? ജാക്കറ്റ്. സ്ത്രീകൾക്ക് ജാക്കറ്റ് ഉണ്ടല്ലോ. ഒരു ഭാഗത്ത് കഥകളിക്കാർ ഉടുക്കുന്നത് ജാക്കറ്റ്. ഇപ്പൊ താഴെയുള്ളതോ? ഇത് വേഷ്ടിയാണ്. ഞാൻ ഇതുപോലെ മുണ്ടാൻ എഴുതിയത്. അപ്പൊ മുതലാളിക്ക് മുണ്ട് ലേശം നിൽക്കണുണ്ട്, സെറ്റാക്കാൻ വഴിയില്ല. അപ്പോ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നെ നെയ്യാൻ പോയി പങ്കെടുക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് കുഴി കുത്തിട്ട് ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തല്ലേ? കൂലിയില്ല. കൂലി കുറവാണ്. ഞങ്ങൾ 3-4 ആള് വേണം ഈ പണിക്ക്. ഇതാ ചുറ്റി കൊടുക്കാൻ ആള് വേണല്ലോ, പിന്നെ നെയ്യാൻ ആള് വേണം. ഒരു ദിവസം എത്ര കിട്ടും നിങ്ങൾക്ക്? 400 രൂപ കിട്ടും. അതിലും എന്തെങ്കിലും കേട് വന്നാലും അത് തിരിച്ച് പൈസ നമുക്ക് തിരിച്ചു കൊടുക്കും. അതായത് 400 ഇപ്പൊ വീട്ടിൽ എത്ര ആളുണ്ടാവും, അവരൊക്കെ പണിയെടുക്കണം. അതാണ് ബുദ്ധിമുട്ടേ. അങ്ങനെ കാല് വലത്തേക്കാലും ഇടത്തേക്കാലും ഇങ്ങോട്ട് ഇരിക്കുമ്പോ ഈ സൈഡില് വെള്ളം വരും, ആ സൈഡില് പിന്നെ കശവ് അത് ഈ കയ്യിലേക്ക് വരും. ഇതുപോലെ കരടിക്കാണ്. ഇപ്പൊ ഇതടിച്ചു, ഇനി ഇത് ചെറുതൊക്കെ അടിക്കണം. ഗോൾഡ് കളറിന്റെ ബ്ലൂ കളർ. അതെ.
ഇത് ഇവിടെ മുമ്പ് ചെറിയ തെരുവായിരുന്നു, ഇതിന്റെ അപ്പുറത്താണ് വലിയ തെരുവുണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം വന്ന് പഴയ കാലത്ത് വെള്ളം വന്നിട്ട് ഇപ്പൊ തെരുവില്ല, തെരുവുണ്ട്. ഇത് നമ്മളെ ഇത് കൊച്ചു തെരുവ്, കൊച്ചു തെരുവ് പണ്ടത്തെ കാലത്ത് തന്നെ വന്ന് കൂടിയ സമയത്തേക്ക് ചെറുതാണ്, അപ്പുറത്തേക്ക് ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാകുന്ന പറയുന്നത്. അതില് വെള്ളം വന്ന് പോയിട്ട് അവിടെ അമ്പലം ഉണ്ടായിരുന്നു, ആല് ഇതേപോലത്തെ വലിയൊരു ആലുണ്ട്, പേരാല് വലിയൊരാല് അമ്പലത്തിൽ വെച്ചിട്ട് പൂജിച്ചിരുന്നു. അതൊക്കെ വെള്ളം വന്നിട്ട് അടിച്ചിട്ട് മൊത്തത്തിൽ പോയി. അവിടെ ആളില്ല, 2 വീടേ ഉള്ളൂ. അവിടെ 2 വീടുള്ളൂ. അപ്പൊ ഈ കൈത്തറി ഒന്നും നടക്കുന്നില്ല. ഇപ്പോ മെയിൻ തെരുവായിട്ടുള്ളത് ഇതാണ് മെയിൻ തെരുവായിട്ടുള്ളത്. നമ്മളിപ്പോ ആ തെരുവ് വന്നിട്ട് ഒരു 2 കുടുംബങ്ങൾ 3 ഫാമിലി വേറെ വേറെ ആയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ പുറമെ ആൾക്കാരാണ് ഇപ്പൊ താമസിക്കുന്നത് അവിടെ. കരിമ്പുഴ നെയ്ത്ത് ഗ്രാമത്തിൽ കുറച്ചുകൂടെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കുറച്ച് കാവൽ ദൈവങ്ങളാണ്. എന്നുവെച്ചാൽ ഇവരെ നെയ്ത്ത് ഗ്രാമത്തിൽ മാത്രമായിട്ടുള്ള കൊച്ചു വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് അവിടുത്തെ പൂജാരിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിങ്ങളെ പേരെന്താ? കൃഷ്ണമൂർത്തി. അപ്പോൾ ഇവിടുത്തെ ഈ വിഗ്രഹങ്ങൾ ഈ പൂജ ഇതെന്താന്ന് പറഞ്ഞു തരുമോ? ഇതിൻ്റെ പേരെന്താണ്? പെരുമാൾ ദൈവം. ആ മാസത്തെ പുരട്ടാശി മാസത്തെ 4ാമത്തെ ശനിയാഴ്ച, 4 ശനിയാഴ്ചയും ഉത്സവമാണ് അവിടെ. പൂജിക്കും, എല്ലാ വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് പഴം ഇതൊക്കെ വെച്ചിട്ട് പൂജിക്കും. 4ാമത്തെ ശനിയാഴ്ച വന്നിട്ട് ഗംഭീരമായിട്ടുള്ള എല്ലാ വീട്ടുകാരും കൂടിയിട്ടുള്ള വലിയ പൂജ. അതിന് വന്നിട്ട് എല്ലാവരും പഴം നേർന്ന് വയ്ക്കും. പിന്നെ അതേപോലെ തേങ്ങ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ പ്രാർത്ഥിച്ച് വയ്ക്കും. പിന്നെ നമ്മുടെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ 101 തേങ്ങയും ഉടയ്ക്കാം, 51 തേങ്ങ ഉടയ്ക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു 5-6 കൂട്ടരെങ്കിലും ഉണ്ടാവും. അന്നത്തെ ദിവസം ഒരു 10,000 നാളികേരെങ്കിലും കൂടെ പൊട്ടിക്കും. അത് പൂജ പൊട്ടിച്ചതിന് ശേഷം ദൈവം ആ വെളിച്ചപ്പാട് തുള്ളുന്ന സമയത്ത് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞിട്ട് ഇതാക്കാം. അപ്പോൾ 2 പഴം പൂജയ്ക്ക് വെച്ചിരിക്കുന്ന പഴം എടുത്തിട്ട് ദൈവത്തിൻ്റെ വായിൽ വെച്ച് കൊടുക്കും പൂജാരി മറ്റേതിലേക്ക്. ആ പഴം കൊണ്ടുപോയിട്ട് ഈ വരിക്ക് പെണ്ണുങ്ങൾ നിൽക്കുന്നുണ്ടാവും, 2 ഭാഗത്തും കൂടുതൽ പെണ്ണുങ്ങളുണ്ടാവും. അപ്പോൾ അതിലത്തെ ഒരു പെൺകുട്ടികൾ എന്താ വെച്ചാൽ ഈ ഗർഭമാവാത്ത കുട്ടികളുണ്ടല്ലോ, പ്രസവം ആവാത്ത കുട്ടികൾ, കല്യാണം കഴിച്ച കുട്ടികൾ, അവർക്ക് വേണ്ടിയിട്ട് പഴം കൊണ്ട് അവർ മുടി കൊടുക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റേതായ ഫലം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ഐതിഹ്യം. അങ്ങനെ നടന്നിട്ടുമുണ്ട്. ഇതും കാവൽ ദൈവത്തിൽ പെട്ടതല്ലേ ഈ കാണുന്നത്? ഇപ്പൊ നെയ്ത്ത് ഗ്രാമം കണ്ടതിന് ശേഷം ഞങ്ങൾ പോകുന്നത് ഇവിടെ ആറാട്ടുപുഴ അല്ലേ, ആറാട്ട് കടവുണ്ട് ഇവിടെ ജസ്റ്റ് അപ്പുറം പോയാൽ. അതിൻ്റെ ഒരു ചരിത്രം കൂടെ ഉണ്ട്, അത് ഇവിടുത്തെ അഖില് പറഞ്ഞുതരും. അഖിൽ അതെങ്ങനെയാണ് അതിൻ്റെ ഇത് പറയാം? ഇത് കരിമ്പുഴ ശ്രീരാമസ്വാമി ഉത്സവകാലത്ത് ആറാട്ട് കുളിക്കാനായിട്ട് ഈ നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിൽ കൂടെയാണ് വന്ന് ഈ ആറാട്ട് കുളിക്കുന്നത്. അവരെല്ലാം കണ്ട് വന്ന് കുളിച്ചിട്ടാണ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. ഓക്കെ, ഞങ്ങൾ ഏകദേശം കുന്തിപ്പുഴ എന്ന് പറയുന്ന കരിമ്പുഴ പുഴ കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഒരു അല്പം ഡേഞ്ചറസ് സോണാണ്. ഇവിടെ നോട്ടീസ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എങ്ങനെ പുരാതനമായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അവിടെ കാണുന്നത്, പാറക്കടവ്. ഓ, അതൊരു ക്ഷേത്രം അല്ലേ ആ കാണുന്നത്? ഓക്കെ ഓക്കെ. ക്ഷേത്രത്തിൽ നിന്ന് ആറാട്ട് കുളിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരെ അവിടെ നടുക്കായിട്ട് വലിയൊരു പാറുണ്ട്, ഒരു കുഴിയൊക്കെ ഉള്ള പണ്ടത്തെ രീതിയിൽ നമ്മൾ വെച്ച് നേദ്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഭഗവാൻ അവിടെ മഞ്ഞപ്പൊടി ആറാട്ടും അതിനുശേഷം പുഴയിൽ ഗംഭീരമായിട്ടുള്ള ആറാട്ട് നടന്നതിന് ശേഷം ആ തിടമ്പോട് കൂടി നേരിട്ട് അവിടെ പോയി അവിടെ വെച്ച് നിവേദ്യമൊക്കെ ഉണ്ട്. ആ വെച്ച് നിവേദ്യം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ആറാട്ടൊക്കെ നടത്താറ്. അവിടെ തൊട്ടപ്പുറത്ത് ഏറ്റവും പുരാതനമായിട്ടുള്ള തൊട്ടടുത്ത് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ കൂടെ തന്നെ 2 പേർക്ക് ഒരേമാതിരി വെച്ച് നിവേദ്യം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഈ പാറക്കടവ് ആറാട്ട്. ഒരുപാട് ഭക്തജനങ്ങൾ ഏകദേശം കുംഭമാസത്തിൽ, അതായത് വേനലോട് അടുപ്പിച്ചിട്ടുള്ള സമയത്ത് കുംഭമാസത്തിലാകുമ്പോൾ ഏറ്റവും ഭംഗിയാർന്നുള്ള പാറകളും പച്ചപ്പൊക്കെ ആയിട്ടുള്ള സമയത്താണ് നമ്മൾ ആറാട്ട് നടക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ ആറാട്ട് കുളിക്കാനും അവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് അപ്പുറത്തെ അമ്പലത്തിൽ നിന്നോട് പുഴയിലേക്ക് ഇങ്ങനെ ഇറങ്ങാം. അതെ അതെ, ആ പുഴയിൽ നടുക്ക് കൂടെ നേരെ ഇങ്ങനെ പാറകളാണ്, ഫുള്ള് പാറകൾ. അതുവരെ ചാടി 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 അങ്ങനെ പോരാ അല്ലേ? ഈ കരിമ്പുഴ പുഴയ്ക്ക് പേര് വരാൻ വല്ല ചരിത്രമുണ്ടോ? ചരിത്രം എന്നതിലുപരി കരിമ്പുഴ എന്നത് കുന്തിപ്പുഴ തന്നെയാണ്. കുന്തിപ്പുഴ സൈലൻറ്റ് വാലിയിൽ നിന്ന് പുറപ്പെട്ട് ഇതിൽ കൂടെ ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കാലത്ത് സൈലൻറ്റ് വാലി ഭാഗം നല്ലവണ്ണം കാടുള്ള സ്ഥലമായതുകൊണ്ട് പുഴയിലെ വെള്ളം കലങ്ങാറില്ല, ഏത് മഴക്കാലത്തും കലങ്ങാറില്ല.
നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഒരു കാലത്ത് ഒഴുകിയിരുന്നത്. അതുകൊണ്ട് ഈ കരിമ്പുഴ എന്നും പറയപ്പെടുന്നുണ്ട്. അതിന് പുറമെ കരി എന്നാൽ ആന ധാരാളം ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന ആന വെള്ളത്തിൽ അല്ല അത് നമുക്ക് മനസ്സിലാക്കിയില്ല. അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ പിന്നെ ശൂദ്രർ. അതിൽ ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും ഉപനയനമുണ്ട്, പൂണൂലുണ്ട്. ഞങ്ങൾ പറയണത് ദേവാംഗ ദൈവ ബ്രാഹ്മണ ദേവാംഗരാണ് അതിന് കൂടുതൽ എന്നൊക്കെ പറയല്. കോഴിക്കോട് സാമൂതിരി നമ്മുടെ ഈ നെയ്ത്തിന്റെ തുണിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കർണാടകത്തിൽ ഞങ്ങൾ കൊടുക്കുന്നത്ര അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. ഞങ്ങളൊക്കെ തലമുറയായിട്ട് ഇവിടെ തന്നെ തെറ്റുവളർന്നായി. അതെ അതെ, ഞങ്ങൾ മാതൃഭാഷ കന്നഡം, വീട്ടിൽ സംസാരിക്കുമൊക്കെ കന്നഡം സംസാരിക്കും. പഠിക്കുന്നത് മലയാളം, കൂടുതൽ ബന്ധം തമിഴ്നാടായിട്ട്. അപ്പൊ ഇവിടുത്തെ ഭാഷ കന്നഡം ഒറിജിനൽ അല്ല, തമിഴ് കന്നഡം മലയാളം 3 മിക്സാ. കരിമ്പുഴയിലെ നെയ്ത്ത് ഗ്രാമം അല്ലെങ്കിൽ തെരുവ് എന്ന് പറയുന്ന ആ സ്ട്രീറ്റെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിപ്പോൾ രണ്ടാമത് കരുവാമാർ എന്ന് പറയുന്ന അവരുടെ ജസ്റ്റ് വീട് സന്ദർശിച്ചു. എല്ലാം വീടുകളിലാണ് അവരുടെ വർക്ക്ഷോപ്പ് ഉള്ളത്. പണ്ടത്തെ കാലത്തെ ആയുധങ്ങളും പിന്നെ അവരുടെ പണ്ടത്തെ കാലത്തുള്ള രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അവർ മോഡേണൈസ് ചെയ്ത് സർജറി ഐറ്റംസൊക്കെ ചെയ്യുന്നത് കേട്ടത്. അപ്പോൾ അവരുടെ വീടൊന്ന് സന്ദർശിക്കാൻ പോയി. ഈ വീടാണ് അവർ കാണുന്നത്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ഭാസ്കരൻ. ഭാസ്കരൻ, നിങ്ങൾ എന്തൊക്കെയാ ശരിക്കും കരുവാമാർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വർക്ക് ചെയ്യുന്നത്? ഇപ്പം പണ്ട് ചെയ്തിരുന്നത് നമ്മൾ ഈ കറിക്കത്തി, മടവാള്, പേനകത്തി ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴത്തെ തലമുറക്കാരൊന്നും ഒക്കെ കുറഞ്ഞു പോയി. ഒക്കെ ഉണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഈ ഫീൽഡിലില്ല. അതൊക്കെ സർജിക്കൽ ഫീൽഡിൽ വന്നു. മീൻസ് അതിപ്പോ നിങ്ങൾ ചെറിയൊരു ഇത് നമുക്ക് കാണിക്കാൻ പറ്റില്ല ഇവിടെ നിങ്ങളെ സർജിക്കൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നൊന്ന് കാണിച്ച വർക്ക്ഷോപ്പ് തന്നെ ഇപ്പൊ. അതെ എന്താ അവിടെ നിന്ന് നമ്മള് ഇപ്പോഴും പേനാക്കത്തി അതൊക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അതെ, ഇപ്പോഴും എന്തൊക്കെ ഇവിടെ വർക്ക് നടക്കുന്നത്? ഇപ്പോ ഈ ഓപ്പറേഷന് വേണ്ട ഐറ്റംസ്, സർജിക്കൽ ഐറ്റംസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്ത സാധനങ്ങളാണ് ഇപ്പോൾ അതൊക്കെ. ഈ വക ഇത് വന്നിട്ട് ഈ ENT സർജറിക്കുള്ളതാണ്. ഇത് ലയറിഞ്ചൽ ഫോർസെപ്സ് എന്ന് പറയും. ഇത് നമ്മൾ ഡീലേഴ്സിന് കൊടുക്കുകയാണ്. ഡീലേഴ്സ് നമുക്ക് ഇത് ഓർഡർ തരും. സ്റ്റെയിൻലെസ് സ്റ്റീൽ. അതെ, അതാണ് നിങ്ങളെ മെയിൻ വർക്ക്. അതെ, പണ്ടത്തെ കരുവാന്മാർ ഉണ്ടാക്കിയിരുന്ന അതിന്ന് മാറിയിട്ട് ഇപ്പൊ സർജിക്കൽ മോഡേൺ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ അതെ അതെ. അന്ന് പറഞ്ഞാൽ ഇത് ചെവി ഓപ്പറേഷനിലാണ്. ഇങ്ങനെ അതെ അതെ മൈന്യൂട്ടായിട്ടുള്ള. അതെ അതെ, എല്ലാം ഹാൻഡ് മെയ്ഡ്. ഇവിടെ കയറിയിട്ട് അതിലേക്ക് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കത്താൻ വേണ്ടിയിട്ടാണിത്. ഇതെങ്ങനെ ഇവിടെയാണ് കയറും ഡോക്ടർമാരെ. എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് വേണ്ട വിധത്തിലുള്ള ആദ്യം നിർത്തുന്നുണ്ട്. അതിലേക്ക് മാറ്റേണ്ടൊക്കെ മാറ്റിയിട്ട് അതേമാതിരി വെച്ചാണ് തുന്നും. ഇത് അതേ ഉപയോഗം തന്നെ. അതെ, വേറൊരു മോഡല്. ഇത് വേറൊരു മോഡല്. ഇത് അതായത് അവർക്ക് ഏത് പൊസിഷനിൽ വേണിച്ചാൽ നിർത്തിയിട്ട് അത് വലുതാക്കാം. ഇത് ശരിക്കും ഇരുന്നാൽ ഒരു 3 ദിവസം വേണം. അതെ അതെ, അതൊക്കെ അതിൽ പെട്ട ഇതൊക്കെ. അത് ഇതിങ്ങനെ അല്ലല്ല, ഇത് ഡിസെറ്റിങ്, അതായത് ഓരോന്ന് പിടിക്കാനുള്ളതാണ്. ഇത് ഈ എല്ലൊക്കെ, മൂക്കിൻ്റെ എല്ലൊക്കെ കുത്താനുള്ളതാണ്. എല്ല് ബെൻഡ് വന്നിട്ട് ചാക്കം നിവർത്തിയിട്ട് ഡോക്ടേഴ്സ് ഇത് ഹാമർ വെച്ചടിക്കും. അതെന്തായിരുന്നു ട്രഡീഷണൽ ആയിട്ട് പണ്ട് ഉണ്ടാക്കിയത്? എന്തൊക്കെയായിരുന്നു അത്? കത്തി, നമ്മൾ ഈ കൂട്ടാൻ കത്തിയില്ലേ, കറിക്കത്തി, പിന്നെ ഈ കൊടുവാള്, കൊടുവാളൊക്കെ ഉണ്ട് ഇവിടെ, സംഭവമുണ്ട്. പക്ഷേ അത് ആരെങ്കിലൊക്കെ പണ്ടുണ്ടാക്കിയ ഐറ്റംസ്. അതെ അതെ, ഇതൊക്കെ പണ്ടുണ്ടാക്കിയ അന്നത്തെ പടയാളികൾക്കുള്ള വാളുകൾ അങ്ങനെയൊക്കെ അതൊന്നുമില്ല. അങ്ങനത്തെ വാളുകളൊന്നുമില്ല.
ഇങ്ങനെയുള്ള അതൊക്കെ പിന്നെ എങ്ങനെ ആരുണ്ടാക്കി കൊടുക്കല് ഇവരെ രാജവംശത്തിന്? അതും ഈ കരുവന്മാർ അത് ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഇവിടെയുള്ളവരാരും അങ്ങനെ അല്ല. ഞാൻ കണക്കാക്കുന്നത് ഒരു കാലത്ത് ഇവിടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് എന്താ വെച്ചാൽ രാജഭരണവും മറ്റേതും പോയതോടുകൂടി അതിൻ്റെ ആവശ്യമില്ലാണ്ട് അപ്പൊ പിന്നെ മറ്റു തൊഴിലേക്ക് മാറി. ഈ മറ്റേ ഡൊമസ്റ്റിക് ആവശ്യത്തിന് അല്ലെങ്കിൽ മറ്റേ കാർഷിക ആവശ്യത്തിനുള്ള ഉപകരണങ്ങൾ നന്നാക്കി ഉണ്ടാക്കി തുടങ്ങി. അതായിരിക്കണം. തലമുറ ആയതുകൊണ്ട് ശരിക്കും. അതെ 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 അതെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. പരിചയപ്പെടാൻ സന്തോഷം. ബൈ ബൈ. ശരി. ഫുള്ളായിട്ട് മറക്ക് വരണം. അല്ല ഇനിയിപ്പോ അങ്ങോട്ട് പുറത്ത് വെച്ചിട്ടേ അങ്ങനെ ഒരു ഇതുകൊണ്ട് അപ്പൊ നല്ലത് വൈകുന്നില്ല. ഇതിന്റെ ഉൾഭാഗത്തേക്കും ശരി. ഇതെല്ലാം ഷോപ്പാണ് അല്ലേ? അതിന്റെ കളർ ചേഞ്ചോട് വേണമെന്ന്. ഇവിടെ ഏതൊക്കെ ഐറ്റംസ്? ധോത്തി, പിന്നെ അങ്ങനത്തെ കളറോട് എടുക്കാം, അതാണ് നല്ലത്. കൂടെ ഇതിന്റെ കൂടെ എന്തായാലും വ്ളോഗ് ചെയ്യാൻ വന്നപ്പോഴും പർച്ചേസിങ് കൂടെ നടക്കട്ടെ അല്ലേ? രണ്ട് ഇത് തരക്കടില്ല. അതന്നെയല്ലേ അവിടെ ഉള്ളത്? കരിമ്പുഴ ഗ്രാമത്തിനെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ്. സാമൂതിരിൻ്റെ കാലത്തുണ്ടായിരുന്ന ഏറാൾപ്പാട് രാജാവ് അവർ അന്തേവാസികളായി കൊണ്ടുവന്ന ഈ ഗ്രാമം, ഇവിടെ ഒരു ഗ്രാമം സൃഷ്ടിക്കായിരുന്നു ചെയ്തത് അന്നത്തെ കാലത്ത്. അതിന് നെയ്ത്ത് ഗ്രാമം നിങ്ങളെ കാണിച്ച്, പിന്നെ കരുവാമാർ, അങ്ങനെ ഒരുപാട് തൊഴിലാളി വർഗ്ഗങ്ങളെ പല ഭാഗത്തുനിന്നും കൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരാൻ വേണ്ടി എന്നെ സഹായിച്ച അഖിലുണ്ട്, പിന്നെ നാരായണൻ നമ്പീശന്, വാസുദേവൻ നമ്പൂതിരി അല്ലേ? ഓക്കെ, എല്ലാവർക്കും എൻ്റെ താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡ് വരെ എല്ലാവർക്കും ബൈ ബൈ.